എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതും നിരൂപക പ്രശംസ നേടിയതുമായ ചിത്രങ്ങളിലൊന്നാണ് ടൈറ്റാനിക്. ടൈറ്റാനിക്കിൻ്റെ ചിത്രീകരണത്തിന് പിന്നിലെ കഥ സിനിമയെപ്പോലെ തന്നെ രസകരമാണ്. അവ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. ജാക്ക് റോസിൻ്റെ ചിത്രം വരയ്ക്കുന്നത് കാണുമ്പോൾ നടൻ ലിയോ ഡിക്കാപ്രിയോയുടെ കൈകളല്ല കാണുന്നത്, മറിച്ച് സംവിധായകൻ ജെയിംസ് കാമറൂണിൻ്റെ കൈകളാണ്. ജാക്കിൻ്റെ സ്കെച്ച് ബുക്കിലെ എല്ലാ കലാസൃഷ്ടികളും അദ്ദേഹം തന്നെയാണ് ചെയ്തത്. സിനിമാ മേഖലയിലെ ആദ്യ വർഷങ്ങളിൽ കാമറൂൺ ഒരു കലാസംവിധായകനും പ്രൊഡക്ഷൻ ഡിസൈനറായും ജോലി ചെയ്തിരുന്നു. അതിനാൽ ചിത്രരചന അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ടൈറ്റാനിക്കിലെ നഗ്നയായ വിൻസ്ലെറ്റിൻ്റെ ചിത്രം 2011 €10,000 വിറ്റുപോയത്. സിനിമയിലെ ഏറ്റവും മായാത്ത രംഗങ്ങളിലൊന്ന് റോസും ജാക്കും കടലിൽ പൊങ്ങിക്കിടക്കുന്നതും രക്ഷാപ്രവർത്തനത്തിനായി കാത്തിരിക്കുന്നതുമാണ്. അവർ ഒരു മരപ്പലക കണ്ടെത്തുന്നു. അതിൽ നിന്ന് റോസ് അത് ഉപയോഗിച്ച് പൊങ്ങിക്കിടക്കണമെന്ന് ജാക്ക് നിർബന്ധിക്കുന്നു. യഥാർത്ഥ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത സമാനമായ ഒരു മരപ്പലകയുണ്ട്. അത് കാമറൂണിന് പ്രചോദനമായ ഒരു മ്യൂസിയത്തിലുണ്ട്. ഗ്രാസി എന്ന മാസികയുടെ അഭിപ്രായത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രത്തിനായി ഗവേഷണം നടത്തുമ്പോൾ കാമറൂൺ പതിവായി മ്യൂസിയം സന്ദർശിച്ചിരുന്നു. ഇത് ജാക്കിൻ്റെയും റോസിൻ്റെയും വൈകാരിക അവസാന നിമിഷം അവതരിപ്പിക്കാൻ സമാനമായ ഒരു മരക്കഷ്ണം ഉപയോഗിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന മഞ്ഞുമൂടിയ പസഫിക് ജലാശയങ്ങളിൽ അഭിനേതാക്കൾ തണുപ്പിൽ ദുരിതമനുഭവിച്ചു. അഭിനേതാക്കൾക്ക് ചൂട് ലഭിക്കാൻ നിർമ്മാതാക്കൾ സെറ്റിൽ ഹോട്ട് ടബുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കി. ടൈറ്റാനിക് സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂറും 40 മിനിറ്റുമാണ്. യഥാർത്ഥ ടൈറ്റാനിക് മുങ്ങാനെടുത്ത സമയവും കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. കൂടാതെ സിനിമയിൽ മഞ്ഞുമല കൂട്ടിയിടി 37 സെക്കൻഡ് നീണ്ടുനിന്നു. ഇത് യഥാർത്ഥ ടൈറ്റാനിക് അതിൻ്റെ തകർച്ചയെ നേരിടാൻ എത്ര സമയമെടുത്തു എന്നതിന് തുല്യമാണ്. ടൈറ്റാനിക്കിലെ 2 പ്രധാന കഥാപാത്രങ്ങളായ ജാക്കും റോസും യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെ മുങ്ങിമരണ സമയത്ത് ഒരു ബന്ധവും ഉള്ളവരായിരുന്നില്ല. എന്നാൽ തികച്ചും യാദൃശ്ചികമായ ഒരു കാര്യം, ജെ ഡോസൺ എന്നയാൾ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകർ ഡോസന്റെ മൃതദേഹം കണ്ടെത്തി. ഒടുവിൽ നോവ സ്കോട്ടിയയിലെ ഒരു സെമിത്തേരിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. പക്ഷേ ഇത് ജാക്ക് ഡോസൺ ആയിരുന്നില്ല. അത് കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ ജോസഫ് ഡോസൺ ആയിരുന്നു. ടൈറ്റാനിക്കിലെ ഏറ്റവും ഹൃദയഭേദകമായ രംഗങ്ങളിലൊന്ന് ഒരു ഐറിഷ് അമ്മ തൻ്റെ 2 കുട്ടികളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന രംഗം. ആ ഐറിഷ് അമ്മ ശാന്തമായി തൻ്റെ കുട്ടികളോട് ഒരു യക്ഷിക്കഥ പറയുന്നത് പോലെ കാണിക്കുന്നു. ആ അമ്മ തൻ്റെ കുട്ടികളെ രക്ഷിക്കാനുള്ള പ്രതീക്ഷ ഉപേക്ഷിച്ചു. ഭയമോ വേദനയോ ഇല്ലാതെ അവരെ മരണത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ രംഗം വളരെ വേദനാജനകമാണ്. എന്നാൽ അമ്മയായി അഭിനയിച്ച ജെനറ്റ് ഗോഡ്സ്റ്റെയ്നിന് സമാനമായ അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കുട്ടികളെ കിടത്തി ഉറക്കുന്ന അവസാന രംഗം ഒരു തരത്തിൽ എളുപ്പവും മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. അതിന് കാരണം 1994 തൻ്റെ മൂത്ത മകൻ 5 വയസ്സ് പ്രായമായിരുന്നപ്പോൾ ലോസ് ഏഞ്ചൽസിലെ ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ ആഘാതത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ജെനറ്റ് ഒരു സിംഗിൾ പാരൻ്റായിരുന്നു. തൻ്റെ മകനോടൊപ്പം ഉറങ്ങുകയായിരുന്നു. ഒരു ബോംബ് പൊട്ടുന്നത് പോലെ തോന്നി. അത് ഭൂകമ്പമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ മകനെ കട്ടിലിൽ നിന്നെടുത്ത് കട്ടിലിനടിയിൽ കിടത്തി. അവർ മകനെ ഉണർത്താൻ ശ്രമിച്ചില്ല. മരിക്കാനാണ് വിധിയെങ്കിൽ അത് ഭയമറിയാതെ ഉറക്കത്തിൽ തന്നെ അവൻ മരിക്കട്ടെ എന്നവർ കരുതി. ജെനറ്റിൻ്റെ ഈ അനുഭവം കാരണം വളരെ വൈകാരികമായാണ് ആ സിനിമാ രംഗം അഭിനയിച്ചു തീർത്തത്. നോവ സ്കോട്ടിയയിൽ ചിത്രീകരണത്തിൻ്റെ അവസാന വൈകുന്നേരം ടൈറ്റാനിക് അഭിനേതാക്കളും സംഘവും ഇടവേളയിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. മെനുവിൽ ക്ലാം ചൗഡർ എന്ന പദാർത്ഥവും ഉണ്ടായിരുന്നു. പക്ഷേ ടൈറ്റാനിക് ജീവനക്കാർ അറിയാതെ ആരോ അതിൽ PCP എന്ന ലഹരി വസ്തു ചേർത്തിരുന്നു. ജെയിംസ് കാമറൂണും 80 അഭിനേതാക്കൾക്കും സംഘത്തിനും ലഹരി തലക്കടിക്കാൻ തുടങ്ങി. അവർ ഒരു തരത്തിലുള്ള ബ്രഹ്മാത്മകത അനുഭവിക്കാൻ തുടങ്ങി. ഡസൻ കണക്കിന് ആളുകളെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. PCP എന്ന ലഹരി വസ്തു ഭക്ഷണത്തിൽ ആരാണ് ചേർത്തതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ടൈറ്റാനിക് സിനിമയുടെ പിന്നാമ്പുറ വിശേഷങ്ങൾ. ഇനിയും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്താം. അതുവരേക്കും ബൈ.